കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്? 12-ാം പാഠം അല്ലേ? പാഠത്തിൻ്റെ പേരോ തിരുപ്പട്ടം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സിസ്റ്റർ ചോദിക്കട്ടെ. ഈ പൗരോഹിത്യം അല്ലെങ്കിൽ തിരുപ്പട്ടം എന്ന കൂദാശ സ്ഥാപിച്ചത് ആരാണ്? ഈശോ അല്ലേ? ഈശോയാണ് പൗരോഹിത്യം അല്ലെങ്കിൽ തിരുപ്പട്ടം എന്ന കൂദാശ സ്ഥാപിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് നന്നായിട്ട് പഠിക്കണ്ടേ? നല്ല കുട്ടികളായി ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി നിങ്ങൾ വളരണം. അപ്പോൾ ഈ പാഠം ഏറ്റവും ശ്രദ്ധയോടെ പഠിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചാലോ? മക്കൾ ശാന്തമായിട്ട് ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നേ. കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, തിരുപ്പട്ടം എന്ന പാഠം ഞങ്ങൾ പഠിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു എന്നും ഞങ്ങൾക്ക് ഒത്തിരിയേറെ നല്ല അച്ഛന്മാരെയും നല്ല പുരോഹിതരെ നല്ല വൈദികരെ ഒക്കെ നൽകി ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളും അങ്ങയുടെ വിളിയുടെ സ്വരം ശ്രവിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെയും തിരഞ്ഞെടുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ നിമിഷങ്ങളിലെല്ലാം ഈ പാഠം പഠിക്കുമ്പോൾ എല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നമ്മൾ തിരുപ്പട്ടം അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന പാഠത്തിലേക്ക്, അതിൻ്റെ കൂടുതലായ അറിവിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നിങ്ങൾ വിശുദ്ധരായ അനേകം വൈദികരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛനെ നിങ്ങൾ പരിചയപ്പെട്ടോ? നമുക്ക് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ വൈദികർ ത്യാഗം ചെയ്ത്, കഷ്ടപ്പെട്ട്, കഠിനാധ്വാനം ചെയ്ത്, പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ് നമ്മുടെ ഈ ഇടവകയുടെ വളർച്ച. 50-60 വർഷങ്ങൾക്ക് മുൻപ് കാടും മറ്റ് ഒത്തിരിയേറെ വികസനമില്ലാതെ, റോഡുകളും ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന നമ്മുടെ ഈ നാടൊക്കെ ഇത്രമാത്രം പുരോഗമനം ഉണ്ടാകാൻ കാരണം നമ്മുടെയൊക്കെ ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. കുഞ്ഞുമക്കളെ, അതുകൊണ്ട് ഈശോ സ്ഥാപിച്ച അല്ലെങ്കിൽ ഈശോ കൊടുത്ത ഈ അംഗീകാരം, ഈ പൗരോഹിത്യത്തെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം. കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധരായ കുറെ വൈദികരെ സിസ്റ്റർ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് കുറെ പേരെ അറിയാം. വിശുദ്ധ ചാവറയച്ചൻ ഒരു വൈദികനായിരുന്നു അല്ലേ? ഒരു പുരോഹിതനായിരുന്നു. എന്തെല്ലാം നന്മകൾ ഈ കേരള സഭയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. നമ്മളൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ അക്ഷരാഭ്യാസം, വിദ്യാഭ്യാസം, നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളൊക്കെ യൂണിഫോം ഇട്ട് പോകുന്നില്ലേ? നിങ്ങൾ യൂണിഫോം ഇട്ട് പോകുന്നില്ലേ? അതുപോലെ ഭക്ഷണമില്ലാതെ വിശക്കുന്ന വീട്ടിൽ വിശന്നു വലയുന്ന കുഞ്ഞുങ്ങൾ, അവർ സ്കൂളിൽ വന്നാൽ ഈ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന രീതി ആരാ കൊണ്ടുവന്നതെന്ന് കുഞ്ഞുങ്ങൾക്കറിയാവോ? ചാവറ പിതാവാണ്, ചാവറയച്ചനാണ്. ഇങ്ങനെ വൈദികരിലൂടെ ഒത്തിരിയേറെ സംഭാവനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി അതിരൂപതയെ ആദ്യത്തെ ഇടയനാരായിരുന്നു? വള്ളോപ്പള്ളി പിതാവല്ലേ? ഈ വള്ളോപ്പള്ളി പിതാവാണ് നമ്മുടെ ഈ കുടിയേറ്റ മേഖലയെ, അതായത് നമ്മുടെയൊക്കെ ഇടവകയെ ഇത്ര പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഏറ്റവും കാരണമായ ഒരു വ്യക്തി. ഈശോയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നല്ല വൈദികരാണ് നമ്മുടെ നാടിൻ്റെ ഈ സമ്പത്ത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വൈദികരെ കുറിച്ച് കുറ്റം പറയുന്ന, വിമർശിക്കുന്ന ഒത്തിരി ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
വൈദികരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? കാരണം സാത്താൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് ഈശോ, അതുപോലെ പുരോഹിതരും. അതുകൊണ്ട് സാത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും പുരോഹിതരെയാണ്, വൈദികരെയാണ്. കുഞ്ഞുങ്ങളോട് സിസ്റ്റർ ഒരു നല്ലൊരു കാര്യം പറയാം. എന്താണെന്നോ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം പുരോഹിതനല്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഫ്രാൻസിസ് അസീസി ഒരു പുരോഹിതനാവാത്തത്? അപ്പോൾ ഫ്രാൻസിസ് അസീസി പറയുകയാണ്, എനിക്കൊരു പുരോഹിതനാകാനുള്ള യോഗ്യതയില്ല. ഒരു മാലാഖയും ഒരു പുരോഹിതനും എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം ആ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ചുംബിക്കും. ഞാൻ ആദ്യം ബഹുമാനിക്കുന്നത് മാലാഖയെ അല്ല, ആ പുരോഹിതനെയാണ്. എന്താ കാരണം? ഒരു അപ്പത്തെ ഈശോയാക്കി മാറ്റുന്ന ആ ശക്തി, ആ അധികാരം കൊടുത്തിരിക്കുന്നത്, അത് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് കുഞ്ഞുങ്ങളെ? ഒരു പുരോഹിതനാണ്. ഒരു അപ്പത്തെ കൂദാശ വചനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ അപ്പത്തെ ഈശോയാക്കി മാറ്റി കൈകളിലെടുത്ത് നമുക്ക് തരുന്നതാരാണ്? ഒരു പുരോഹിതനാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞത്, ഒരു മാലാഖയോ ഒരു പുരോഹിതനോ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം ബഹുമാനിക്കുന്നത് ഒരു പുരോഹിതനെ ആയിരിക്കുമെന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അപ്പോൾ നിത്യപുരോഹിതനായ ഈശോയാണ് നിത്യപുരോഹിതൻ. ഈ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവർ ആണ് നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങൾ പുരോഹിതരാണോ? ആ ഈശോയുടെ പൗരോഹിത്യത്തിൽ നമ്മളും പങ്കുചേർന്നിട്ടുണ്ട്. അതായത് 2 തരം പൗരോഹിത്യമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ പൗരോഹിത്യമാണ് പൊതു പൗരോഹിത്യം അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം. പൊതു പൗരോഹിത്യം അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം അത് നമ്മളെല്ലാവരും, അതായത് മാമോദീസ സ്വീകരിച്ച സകലരും സ്വീകരിക്കുന്നതാണ് ഈ പൊതു പൗരോഹിത്യം. അപ്പോൾ മോനെ മോളെ, നമ്മൾ പുരോഹിതരാണോ? അതെ. ഏത് പൗരോഹിത്യത്തിലാണ് നമ്മൾ പങ്കുചേർന്നത്? പൊതു പൗരോഹിത്യം അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം. അപ്പോൾ നമുക്കും കടമയുണ്ട്. എന്താണ്? ഈശോയുടെ വചനങ്ങൾ പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും പങ്കുചേരുക, മാതൃകാപരമായ ജീവിതം നയിക്കുക. അപ്പോൾ നമ്മൾ പൊതു പൗരോഹിത്യത്തിൽ അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കടമകൾ കൃത്യമായി നിർവഹിക്കണം. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മൾ തിരുവചനം പഠിക്കണം, ബൈബിള് പഠിക്കണം, സുവിശേഷം പഠിക്കണം, അത് മറ്റുള്ളവർക്ക് പ്രഘോഷിച്ചു കൊടുക്കണം. നമ്മൾ മാതൃകാപരമായ ജീവിതം നയിക്കണം. കൂദാശകളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരണം. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ പൊതു പൗരോഹിത്യത്തെ സ്നേഹിക്കണം. ഇനി രണ്ടാമത്തെ പൗരോഹിത്യമാണ് ശുശ്രൂഷ പൗരോഹിത്യം. ഈ ശുശ്രൂഷ പൗരോഹിത്യമാണ് ആര് സ്വീകരിക്കുന്നത്? ആ പുരോഹിതർ അല്ലെങ്കിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നവര്, അവര് സ്വീകരിച്ചിരിക്കുന്നതാണ് ശുശ്രൂഷ പൗരോഹിത്യം. കുഞ്ഞുമക്കളെ, അതായത് പുരോഹിത ജനമായ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവരിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കുന്നവരാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് രാജകീയ പൗരോഹിത്യം അല്ലെങ്കിൽ പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരെ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം നമ്മളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണ് ആര്? തിരുപ്പട്ടം സ്വീകരിച്ച് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന പുരോഹിതർ. നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഈ പൗരോഹിത്യത്തെയാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണാം. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ
എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി ഒരുക്കിയെന്നെ എന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി ആ ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായി ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായേകിടുവാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ വീഡിയോ കണ്ടോ കൊച്ചു കൂട്ടുകാര്? ഒരു പുരോഹിതന്റെ മഹത്വം അല്ലേ? ഒരു പുരോഹിതൻ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ ബാലനായിരിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെ +2 കഴിയുമ്പോൾ ഒക്കെ ആഗ്രഹം ഉള്ളിൽ തോന്നുക, എന്താ എനിക്ക് സെമിനാരിയിൽ ചേരണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരു വൈദികനാകണം. ഇങ്ങനെ സെമിനാരിയിലേക്ക് കടന്നു ചെന്ന് അവിടെ 10-12 വർഷക്കാലം പഠിച്ച് അതിൻ്റെ അവസാനം ആ തിരുപ്പട്ടം എന്ന ആ കൂദാശ സ്വീകരിച്ച് പുരോഹിതനായി ജനത്തിനു വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുകയാണല്ലേ. അപ്പോൾ കുഞ്ഞുമക്കളെ, ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരാഗ്രഹം ഉദിച്ചില്ലേ? എനിക്കും ഒരു പുരോഹിതനാകണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അപ്പോഴെന്ത് ചെയ്യണം? മക്കള് ഈ ചെറുപ്രായത്തിലെ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ നിനക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ, പ്രവർത്തിക്കാൻ എന്നെയും തിരഞ്ഞെടുക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങള്? പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ കണ്ട ഈ വീഡിയോയിലെ തിരുപ്പട്ടം എന്ന ഈ കൂദാശ സ്വീകരണത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൈവെപ്പ് ശുശ്രൂഷ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് തിരുപ്പട്ട കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൈവെപ്പ് ശുശ്രൂഷ. ഇനി ഏതൊക്കെ കാര്യമാണ് നിങ്ങൾ കണ്ടത്? പുരോഹിതൻ ആകുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ഈ പുരോഹിതൻ എന്താ ധരിക്കുന്നത്? തിരുവസ്ത്രങ്ങൾ അണിയും അല്ലേ? എന്തിനാണ് തിരുവസ്ത്രങ്ങൾ ധരിക്കുന്നത്? ബലിയർപ്പിക്കുവാൻ നിയോഗിക്കപ്പെടുന്നതിൻ്റെ അടയാളമായിട്ടാണ് തിരുവസ്ത്രങ്ങൾ അണിയുന്നത്. ബലിയർപ്പിക്കാൻ നമ്മൾ എന്നും സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞല്ലേ വരുന്നത്. അതെ, നമുക്ക് വേണ്ടി ഈശോയുടെ ബലി അൾത്താരയിൽ അർപ്പിക്കുവാൻ പുരോഹിതൻ ഈ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വരികയാണ്
നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇനിയും നമ്മൾ ആ വീഡിയോയിൽ കണ്ടു സുവിശേഷ ഗ്രന്ഥം കൊടുക്കുന്നത്. എന്തിനാണ് സുവിശേഷ ഗ്രന്ഥം കൊടുക്കുന്നത്? ആ സുവിശേഷ പ്രഘോഷകനായി, ഈശോയുടെ പ്രഘോഷകനായി ജീവിക്കണം. അതിനു വേണ്ടിയാണ് സുവിശേഷ ഗ്രന്ഥം നൽകുന്നത്. വീണ്ടും തൈലം പൂശുന്നുണ്ടെങ്കിൽ, തൈലം പൂശലുണ്ടെങ്കിൽ ഈ പുരോഹിത അർത്തിയെ ലേപനം ചെയ്യുന്നുണ്ട്. തൈലം പൂശി ലേപനം ചെയ്ത് വേർതിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഒരു പുരോഹിതനായി തിരുസഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുകയാണ്. കുഞ്ഞുമക്കളെ, അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ച് അവരെ ഓരോ ദൗത്യമേൽപ്പിച്ചതുപോലെ ഈശോയുടെ രക്ഷാകര ദൗത്യം തുടരുവാൻ ഈശോ തിരുസഭയ്ക്ക് നൽകിയ പ്രത്യേക അനുഗ്രഹമാണ് തിരുപ്പട്ടം എന്ന കൂദാശ. അതായത് ഈശോയുടെ സ്നേഹമാണ് തിരുപ്പട്ടം. നമ്മളെല്ലാവരും ഈശോയിൽ രക്ഷിക്കപ്പെടുവാൻ, നമ്മളെല്ലാവരും ഈശോയെ അനുഭവിച്ചറിയുവാൻ, ഇന്നും ഓരോ അൾത്താരയിലും ഈ അപ്പം ഈശോയായി മാറുവാൻ, ആ ഈശോയെ നമ്മൾ സ്വീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ആര്? ഓരോ പുരോഹിതനും. അപ്പോൾ എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണല്ലേ ഇത്. സിസ്റ്റർ കഴിഞ്ഞ വർഷം, ഒരു വർഷം മുമ്പ് സിസ്റ്റർ ഒറീസ എന്ന മിഷൻ ഗ്രാമത്തിലേക്ക് സിസ്റ്ററിൻ്റെ രൂപതയിലെ തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങളുടെ കൂടെ ഒറീസയിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ കണ്ട കാഴ്ച, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവിടെ അനേകം വില്ലേജുകളുണ്ട്, അനേകം വില്ലേജുകൾ. ആ 10-20 വില്ലേജുകൾക്ക് ആകെയുള്ളത് ഒരു പള്ളിയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവിടെ ഒരു അച്ഛൻ അല്ലെങ്കിൽ 2 അച്ഛന്മാർ മാത്രമേ ഉള്ളൂ. ഈ വില്ലേജുകളിൽ 1 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയുള്ളൂ. ഞങ്ങൾ കടന്നു ചെല്ലുന്ന സമയത്ത് ഇവരിങ്ങനെ പ്രാർത്ഥനയോടെ നോക്കിയിരിക്കുക. ഒരച്ഛൻ വരുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കാനൊക്കെ കൊതിയോടെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഗ്രാമീണർ. അവിടെ വൈദികരില്ല. നമ്മുടെ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ മാത്രമേ നമുക്ക് ഇതുപോലെ സമൃദ്ധമായി വൈദികരുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യണം? മിഷണറിമാരായി പോകുവാൻ, ഈശോയ്ക്ക് വേണ്ടി ഒരു വൈദികനായി ജീവിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഒരു വൈദികന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം ഗ്രാമങ്ങളുണ്ട്. കുഞ്ഞുമക്കള് അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ എന്നെയും ഒരു മിഷണറിയായി, ഒരു വൈദികനായി അയക്കണമേ എന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അപ്പോൾ തിരുപ്പട്ടം എന്ന ഈ കൂദാശ, ഈ പൗരോഹിത്യം എന്ന ഈ വലിയ ദാനം, അതിന് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. ഒരു പുരോഹിതനെ കാണുമ്പോൾ, ഒരു വൈദികനെ കാണുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. ഈശോയെ, ഇങ്ങനെ ഒരു പുരോഹിതനെ, ഒരു വൈദികനെ സഭയ്ക്ക് നൽകിയതിന്, ഞങ്ങളുടെ ഇടവകയ്ക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുപ്പട്ടത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി പുരോഹിതരെ ബഹുമാനിക്കണം, പുരോഹിതരെ ആദരിക്കണം. അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അവരിലൂടെ ഈശോ ഒത്തിരിയേറെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഇടവകയ്ക്കും നൽകുന്നുണ്ട്. മക്കള് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്ര അനുഗ്രഹങ്ങളാണ് ഈശോ ഒരു വൈദികനിലൂടെ നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നൽകുന്നത്. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മാമോദിസ സ്വീകരിച്ചു അല്ലേ? മാമോദിസ സ്വീകരിച്ചു, തൈലാഭിഷേകം സ്വീകരിച്ചു, പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇനി നിങ്ങൾ ആഘോഷമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും, മറ്റു കൂദാശകളൊക്കെ സ്വീകരിക്കും അല്ലേ? അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തിൽ പോകാൻ നമ്മൾ ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ കൂദാശകളിലൂടെ പുരോഹിതരാണ്. നമ്മൾ സ്വർഗത്തിൽ പോകാൻ നമ്മൾ ഏറ്റവും അധികം സഹായിക്കുന്നത് പുരോഹിതരാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് ശാരീരികമായി മാതാപിതാക്കൾ ജന്മം നൽകി അല്ലേ? അപ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് ജനിപ്പിച്ചത് ആരാണ്? നമ്മളെ സ്വർഗത്തിലേക്ക് ജനിപ്പിച്ചത് മാമോദീസ എന്ന കൂദാശ വഴി ഒരു പുരോഹിതനാണല്ലേ. ഇനി നമ്മൾ
രോഗീലേപനം സ്വീകരിക്കുമ്പോൾ, അല്ലെ മറ്റു കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ആരാണ്? പുരോഹിതരാണ്. കുഞ്ഞുമക്കളെ, സാത്താൻ ഇതറിയാം. അതുകൊണ്ടാണ് ഈ പുരോഹിതരെ കുറ്റം പറയുവാനും പുരോഹിതരെ വിമർശിക്കുവാനും അവരെ അപകീർത്തിപ്പെടുത്തുവാനും ഒക്കെ സാത്താൻ പലരിലൂടെ പരിശ്രമിക്കുന്നത്. നമ്മൾ പക്ഷേ ഈ പൗരോഹിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ എന്നും നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? നിങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വികാരിയച്ഛനും കൊച്ചച്ഛനും വേണ്ടിയൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം, ഒരു പുരോഹിതനാകാൻ ഈശോയെ എന്നെയും വിളിക്കണേ. കുഞ്ഞുമക്കളെ, നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തീരുമാനം എടുക്കണം. എല്ലാ ദിവസവും എൻ്റെ ഇടവകയിലെ എൻ്റെ വികാരിയച്ഛന് വേണ്ടി, എൻ്റെ കൊച്ചച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അതായത് പുരോഹിതർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു മിനിറ്റെങ്കിലും, അല്പസമയമെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു തിരുവചനം കാണാതെ പഠിക്കണം. ഓർമ്മിക്കാനുള്ള ഒരു തിരുവചനം ഈ ആഴ്ചയിൽ നിങ്ങളത് മനഃപാഠമാക്കണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. എന്താണ്? തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ചെയ്യാൻ സിസ്റ്റർ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ കണ്ടെത്തണം, തിരുസഭയുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ, നോട്ട് ബുക്കിലത് എഴുതി വെക്കണം. അതുപോലെ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആര്? നിങ്ങൾക്ക് അറിയാം, ഉത്തരം എഴുതി വെക്കണം. നമ്മുടെ രൂപതയിലെ ഇപ്പോഴത്തെ മെത്രാൻ ആര്? മെത്രാപ്പൊലീത്ത ആര്? നിങ്ങൾക്കറിയാമോ? അതും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ ഇപ്പോഴത്തെ വികാരിയച്ഛൻ്റെ പേരെന്ത്? എല്ലാവരും അതറിഞ്ഞിരിക്കണം. ഇനി കൊച്ചച്ഛനുണ്ടെങ്കിൽ കൊച്ചച്ഛൻ്റെ പേരും കൂടി നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇനി നമ്മൾ കഴിഞ്ഞ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ 2 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയല്ലേ? ഇനി നമ്മൾ ഇവിടെയും 2 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, പുരോഹിതൻ്റെ പ്രധാന കടമകൾ ഏതെല്ലാം? രണ്ടാമത്തെ ചോദ്യം, പൊതു പൗരോഹിത്യം എന്നാൽ എന്ത്? പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാലാഖമാർ പോലും ഭയഭക്തിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് കൊതിയോടെ നോക്കുന്ന ഒരു വിശിഷ്ടമായ സ്ഥാനമാണ് പൗരോഹിത്യം. സ്വർഗം മുഴുവൻ കൊതിയോടെ നോക്കുന്ന വിശിഷ്ടമായൊരു ജീവിതമാണ് ഒരു പുരോഹിതൻ്റെ ജീവിതം. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ വൈദികർക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ കേട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിച്ചു വെക്കണം. കുഞ്ഞുങ്ങൾ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കൈകൾ കൂട്ടി കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ വൈദികരെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഈ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങളെ മാമോദിസ മുക്കിയ, ഞങ്ങൾക്ക് കൂദാശകൾ തന്ന എല്ലാ വൈദികരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഈ ലോകത്തിലുള്ള എല്ലാ വൈദികരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവവിളി എന്ന മഹാദാനം നൽകി ഞങ്ങളെയും ഈശോയെ പൗരോഹിത്യത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും അങ്ങ് വിളിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ